ക്കെതിരെ വീണ്ടും ഒരു അക്രമ വാഴ്ച ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പസിൽ ഈ സമയം വരെയായിട്ട് ഇത്രയും കാലത്തിനിടയിൽ SFIയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇന്നിവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യം എന്ന് പറയുന്നത് SFIയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് പോളിയിലെയും ITയിലെയും വിദ്യാർത്ഥികൾ ചോരയൊലിച്ചാണ് ഈ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ KSUവിൻ്റെ ഏതോ പ്രവർത്തകൻ്റെ കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാൾ KSU ഒന്നുമല്ല, അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ആള് SN കോളേജിൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റാണ്. അതെ 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 അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല സാർ. സ്വാഭാവികമായിട്ട് അല്ല, അത് സ്വാഭാവികമായിട്ട് പോലീസും ഉൾപ്പെടെ ഞങ്ങളിൽ ഒരാൾ ആക്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വരുന്നു. അല്ല, സ്വാഭാവികമായിട്ട് ഒരാൾ പിന്നെ തലപൊട്ടിയാണ്. മാധ്യമങ്ങൾ ആരും വാർത്ത കൊടുക്കൂല. അല്ല, നിങ്ങളിങ്ങനെ പറയട്ടെ. അല്ല, നിങ്ങളിപ്പോ രോഷാലുകരായി നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവേണ്ട പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഇതേ ക്യാമറയുടെ കൺമുന്നിൽ നിന്ന് ഒരു മിനിറ്റിന് മുന്നോടിയായിട്ടാണ് തല പൊട്ടി ചോരയൊലിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അയാൾ 17 വയസ്സുകാരനാണ്. അയാൾക്ക് അതെ, KSUക്കാരല്ലാതെ മറ്റാരും ഇവിടെ നിന്നിട്ടില്ലല്ലോ. ഇവിടെ പുറത്തു നിന്ന് വന്നിട്ടുള്ളത് KSUവും പോലീസുമാണ്. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അവർ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത്. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വിവരം തന്നത് KSU ആണെന്ന് 100% ഉറപ്പ് എനിക്കുണ്ട്. അത് നിങ്ങളുടെ ശരിയിലുണ്ടല്ലോ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അങ്ങനെ ന്യായമല്ല. ഇതൊരു ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് അതിനൊരു ന്യായമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അല്ല, അങ്ങനെയല്ല, അങ്ങനെ ക്രൂരമായി പരിക്കേറ്റു എന്നുള്ളത് അദ്ദേഹത്തിന് പരിക്കൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. ഒന്നും ഞാൻ ഇതിലൂടെ പോകുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ കാര്യങ്ങളാണ്. എനിക്ക് അതിന്റെ പരിധിയില്ല. നിങ്ങൾ സ്വാഭാവിക അക്രമമൊന്നുമല്ല. SFI എന്തായാലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഇപ്പോൾ 7-8 മാസമായി. ഇതുവരെ അദ്ദേഹത്തെ ആരും ആക്രമിച്ചിട്ടില്ല. ഇന്നൊരു പ്രത്യേക ദിവസത്തിൽ ആക്രമിക്കേണ്ട കാര്യമൊന്നും SFIക്കില്ല. കോടി പറിച്ചു കളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും SFI ആ നിലയിൽ ഇടപെട്ടിട്ടില്ല. ഇവിടെ ഒരു അതെ, അതിനെക്കുറിച്ചുള്ള കാര്യം SFI പ്രവർത്തകരെന്തായാലും അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു കോടി പറിച്ചു. അല്ല, ഞങ്ങൾ എന്തായാലും അത്തരത്തിൽ പോയി SFI ജില്ലാ സെക്രട്ടറിയായി ഞാൻ നിങ്ങളോട് അത് ഞങ്ങൾ പറിച്ചു കളഞ്ഞു എന്നൊന്നും ഞങ്ങൾ ഇവിടെ അവകാശപ്പെട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞങ്ങളല്ല, അങ്ങനെ ഒരു തടസ്സമില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ SFIയോട് ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടില്ലേ? ഈ പറയുന്ന വ്യക്തികളടക്കം ആ പ്രിൻസിപ്പലിന്റെ റൂമിനോട് ആ പരിസരത്തോട് നിങ്ങളോടല്ല സംസാരിച്ചിട്ട് പോയുള്ളത്. അങ്ങനെ ഒരു വൈരാഗ്യം അടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താകട്ടെ ചെയ്യണമെന്ന് ഇവിടെ നമ്മൾ വരുന്നു, നമ്മളിവിടെ വെല്ലുവിളിക്കുന്നു, നമ്മളെ വിദ്യാർത്ഥികൾ സമരമായിട്ട് വരുമ്പോൾ KSUവിനെ പുറന്ന ആൾക്കാർ വേണ്ടി വെല്ലുവിളിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ മതിൽ കൊള്ളിട്ട് അത് നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ ഈ മാധ്യമങ്ങൾ കണ്ടില്ലേ? ആ മതിൽ തുള്ളിട്ട് ഓടി വരുന്ന ഒരു പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നു. വിദ്യാർത്ഥികൾക്ക് തന്നെ തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത് എന്നുള്ള അപേക്ഷയാണ് നിങ്ങളോടുള്ള. മാധ്യമധർമ്മങ്ങൾ മറക്കരുത്. ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു സംഘർഷത്തിന് താല്പര്യമേ ഇല്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പോലീസിനും മീഡിയാസിനും വിവരം കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയത്. അതിനർത്ഥം അക്രമം ആവശ്യം അവരുടേതാണ്. ആ അജണ്ട പല വിധത്തിൽ അവര് പ്രാവർത്തിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അങ്ങനെയൊന്നുമില്ല. യൂണിറ്റ് ഉണ്ടല്ലോ, യൂണിറ്റ് പ്രസിഡന്റ്. നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്ത യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് രൂപീകരിച്ച് യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടും ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. അവര് 2-3 പേര് ഇവിടെ ഉണ്ട്. അവരിവിടെ സജീവമായി അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലൊന്നും ആരും ഇവിടെ അങ്ങനെ ഒരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ എല്ലാ സർവകലാശാലയും തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതാണ്. എവിടെയും അവർക്ക് മത്സരിക്കാം. അതൊക്കെ അവരുടെ തീരുമാനമാണ്. അവർക്ക് ആളുകൾ ഉണ്ടാവുക, അതിനനുസരിച്ച് കാര്യങ്ങൾ. ഞങ്ങളാരും തടഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി പോലീസിനെ അറിയിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. അവരിവിടെ വന്ന് പോലീസുമായി മൽപ്പിടുത്തുന്നു. അവരുടെ ആവശ്യം പലതാണ്. ആദ്യം ഉള്ളിൽ കയറണമെന്നാവുന്നു, അത് ആദ്യം ഒരാളാവുന്നു, 3 ആളാവുന്നു, അത് കുറേ പേര് വേണമെന്ന് പറഞ്ഞു പരിപാടി സംഘടിപ്പിക്കണമാവുന്നു. ഇതിന്റെ വിഷയത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവണം. അതിന്റെ ഭാഗമായി സ്വയം ഒരു ഇരവാദം ഉണ്ടാക്കണം. അതിന്റെ ഭാഗമായി ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിപ്പിച്ച് കേരളത്തിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ വീണ്ടും SFIക്കെതിരായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കണം. ഇതാണ് ശ്രമം. ഈ ശ്രമത്തിന് നിങ്ങളും കൂടെ ചൂടുന്നു എന്നുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങൾ കാണുകയാണ്, സാക്ഷിയാവുകയാണ്. മുഖസാക്ഷിയായി ഞങ്ങളത് കാണുകയാണ്.